गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। അദ്വൈത ദീപികയിൽ 13 ശ്ലോകങ്ങൾ. പേരായിരം പ്രതിഭയായിരമിങ്ങിവറ്റിലാരാലും വിഷയമായിരമാം പ്രപഞ്ചം ഓരായിൽ നേരിലുകിനാവുണരും വരയ്ക്കും നേരാമുണർന്നളവുണർന്നവനാമശേഷം നേരല്ല ദൃശ്യമിതു ദൃക്കിനീക്കി നോക്കിൽ വേറല്ല വിശ്വമറിവാം മരുവിൽ പ്രവാഹം കാര്യത്തിൽ നിൽപ്പതിഹ കാരണ സത്തയന്യേ വേറല്ല വീചിരിപ്പതുവാരിയത്രേ വാസസ്സുതന്തുമിതു പഞ്ഞിയിതാതിമൂലഭൂത പ്രഘാതമിതു മോർക്കിയിൽ പ്രകാശം ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്തു പാദസ്സു പോലെ പരമാവധി ബോധമത്രേ. വൃത്തിഷ്ഠമാമറിവിൽ വിശ്വവുമില്ല, അതിൻ്റെ വിത്താമവിദ്യയതുമില്ല. വിളക്കുവന്നാൽ അബ്ദിക്കിലെങ്ങും ഇരുളില്ലുടനങ്ങു വർത്തിവിട്ടാൽ വിളക്കു പൊലിയുന്നിരുളും വരുന്നു. ആരായികിലേയുലകമില്ലിത വിദ്യ തത്വമോരാതവർക്കിതുലകായി വിലസുഭ്രമത്താൽ ആരാൽ വിളക്കരികിലില്ല പിശാചിതന്ധകാരം ഭയന്ന വേരുണ്ടു പിശാചുപോലെ ഉണ്ടില്ല എന്നു മുറമാറിയ സത്തസത്തു രണ്ടും പ്രതീതമിതനാദിതമസ്വഭാവം രണ്ടും തിരഞ്ഞൊടുകിലില്ല അസത്തുരജ്ജു ഖണ്ഡത്തിലുല്ലുരകമുള്ളതുരജ്ജു മാത്രം അസ്തി എന്നു സകലോപരി നിൽപ്പതൊന്നേ സത്യം സമസ്തവും അനിത്യമസത്യമാകും. മൃത്തിൽ വികാരമിത് അസത്യമിതിങ്കലൊക്കെ വർത്തിപ്പതോർക്കിലൊരു മൃത്യു സത്യമത്രേ. അജ്ഞാനവേളയിലും അസ്തി വിഭാതി രണ്ടും അജ്ഞാതമല്ല സുഖവും വിലസുന്നു മൂന്നും. രജ്ജുസ്വരൂപമഹിയോടുമിതന്തയാർന്നു നിൽക്കുന്നതിന്നിഹ നിദർശനമാമിതോർത്താൽ വിശ്വം വിവേകദശയിങ്കലഴിഞ്ഞു സർവമസ്വസ്ഥമാകിലും അതിന്ദ്രിയ ദൃശ്യമാകും. ദിക്കിൻ ഭ്രമം വിടുകിലും പുനരിങ്ങിവന്റെ ദൃക്കിന്നു ദിക്കു പുനരിങ്ങനെ തന്നെ കാണാം. സത്യത്തിലില്ലയുലകം സകലം വിവേകവിധ്വസ്തമായ പിറകും വിലസുന്നു മുൻപോൽ നിസ്തർക്കമായി മരുവിലില്ലിഹ നീരമെന്നു സിദ്ധിക്കിലും വിലസിടുന്നിതു മുൻപ്രകാരം. ജ്ഞാനിക്കു സത്തുലകു ചിത്തു സുഖസ്വരൂപമാനന്ദമല്ല അനുതമജ്ഞനിതെ അപ്രകാശം കാണുന്നവന്നു സുഖമസ്ഥിതയാർന്ന ഭാനുമാൻ അർക്കനന്ധനിരുളാർന്നൊരു ശൂന്യവസ്തു വിത്തൊന്നു താൻ വിവിധമായി വിലസുന്നിതിങ്കലർത്ഥന്തരം ചെറുതുമില്ല വിശേഷമായി. രജ്ജുസ്വരൂപമറിയാതിരുളാൽ വിവർത്ത സർപ്പം നിനക്കിലിതു രജ്ജുവിൽ നിന്നു വേറോ ഓരോന്നതായ അവയവം മുഴുവൻ വിരിച്ചു വേറാക്കിയാലുലകമില്ല വിശേഷമത്രേ. വേറാകുമീ അവയവങ്ങളുമേവമങ്ങോട്ടാരായില്ല നിലവും നിജബോധമാത്രം. അഖിലവും നിജബോധമാത്രം. എല്ലാം തൻ്റെ ബോധസ്വരൂപമാണ്. കേവലമായ ഏകമായ അദ്വയമായ ബോധം
ജ്ഞാനം ഈ കാണാകുന്ന സകലവുമായി ഭാസിക്കുന്നു. ഇവിടെ നമ്മൾ ഒരു വിഷയം ഓർമ്മിക്കേണ്ടത്, വേദാന്ത വിചാര പ്രക്രിയയിൽ സത്ത് എന്ന് ആചാര്യൻ പറഞ്ഞാൽ അവിടെ ചിത്തും ആനന്ദവും നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. എവിടെ ചിത്ത് അഥവാ ബോധമെന്ന് പറഞ്ഞോ അവിടെ സത്തും ആനന്ദവും മനസ്സിലാക്കണം. എവിടെ ആനന്ദം എന്ന് പറഞ്ഞോ അവിടെ സത്തും ചിത്തും മനസ്സിലാക്കണം. കാരണം ഇത് മൂന്നല്ല. ഒരേ സത്യത്തെ അപഗ്രഥിക്കാൻ വേണ്ടി മൂന്ന് ദിക്കിലൂടെ നോക്കുമ്പോഴാണ് ഈ സത്ത്, ചിത്ത്, ആനന്ദം എന്നുള്ളതൊക്കെ വരുന്നത്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏത് അനുസന്ധാനം ചെയ്യുന്നതാണോ കൂടുതൽ എളുപ്പം അത് സ്വീകരിക്കാം. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വിചാരദശയിൽ, പ്രാഥമികമായ വിചാരദശയിൽ പാരമാർത്ഥിക സത്യത്തെ നിരൂപണം ചെയ്യാൻ ചിലർക്ക് ഈ സദ്ഭാവത്തെ നിരൂപണം ചെയ്യുന്നതായിരിക്കും എളുപ്പം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, അതുണ്ട്, ഇതുണ്ട്, എൻ്റെ മുമ്പിലുള്ള ദൃശ്യപ്രപഞ്ചമുണ്ട്. അപ്പോൾ ഉണ്ടെന്നുള്ള ഭാവം എവിടുന്നുണ്ടായി, എന്താണ് ഇതിന് ഉണ്മ നൽകുന്നത്, ആ വിധത്തിൽ സൂക്ഷ്മ നിരൂപണം ചെയ്ത് സത്ത് എന്നുള്ളതിൻ്റെ വഴിയിലൂടെ ആത്മതത്വത്തിൽ എത്തിച്ചേരും, ഉണ്മയിൽ എത്തിച്ചേരും. അതായിരിക്കും ചിലർക്ക് എളുപ്പം. ചിലർക്ക് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ചൈതന്യത്തെ നിരൂപണം ചെയ്യുന്നതായിരിക്കും എളുപ്പം. ആദ്യം പറഞ്ഞത് തന്നെയല്ലേ ഇതെന്ന് ചോദിച്ചാൽ, ആദ്യം ഉണ്മയെ നൽകുന്നതാണ് പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് ആദ്യം എല്ലാത്തിനും ചൈതന്യത്തെ നൽകുന്ന സത്യത്തെ നിരൂപണം ചെയ്യുന്നതായിരിക്കും ചിലർക്ക്. ഇനിയും ചിലർക്ക് തൻ്റെ ആനന്ദഭാവം നിരൂപണം ചെയ്യുന്നതായിരിക്കും എളുപ്പം. തൻ്റെ ആനന്ദഭാവം നിരൂപണം ചെയ്യാന്ന് പറയുമ്പോൾ അത് ഒന്ന് തനിക്ക് തന്നിലാണ് പരമപ്രേമം എന്നുള്ള ആശയമോ, അല്ലെങ്കിൽ താൻ കലർപ്പില്ലാതിരിക്കുമ്പോഴാണ് ആനന്ദ അനുഭവമെന്നോ ഒക്കെ നിരൂപണം ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഒരു വ്യക്തിക്ക് ഏതാണോ എളുപ്പമായ പ്രക്രിയ അത് സ്വീകരിക്കാം. എല്ലാവരും സന്നിരൂപണം ചെയ്യണം, അല്ലെങ്കിൽ ചിന്നിരൂപണം ചെയ്യണം, അല്ലെങ്കിൽ ആനന്ദ നിരൂപണം ചെയ്യുമെന്ന് പറയുന്നില്ല. ശാസ്ത്രത്തിൽ ഇത് മൂന്നും പറയും, എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഏതാണോ കൂടുതൽ അനുകൂലമായത് അത് ചിന്തിക്കാം. പക്ഷെ ഒന്ന് പറയാം, ഏതിനെ നിരൂപണം ചെയ്യുകയാണെങ്കിലും അപ്പം മറ്റതിനെ ചേർത്ത് മനസ്സിലാക്കണം. സത്ത് തന്നെയാണ് ചിത്ത്, ചിത്ത് തന്നെയാണ് ആനന്ദം, ഈ ദിശയിൽ. അപ്പം ഇവിടെ നിജബോധം, കേവലമായ ബോധം, ചിത്ത് മാത്രമാണ് ഈ കണ്ട സകലവുമായി പ്രകാശിക്കുന്നത് എന്നാണ് നമ്മൾ ഒടുവിൽ പറഞ്ഞത്. തുടർന്ന് 14-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ഇത് ആവർത്തനം മാത്രമാണ്. ആവർത്തിച്ച് ഒരേ സത്യത്തെ പറയുക, ഒരേ സത്യത്തെയാ പറയുന്നത്. നൂലാട തന്നിലുദകം നുര തന്നിലേവം ഹാ ലോകമാകെ മറയുന്നൊരവിദ്യയാലേ ആലോചന വിഷയമായിതു തൻ്റെ കാര്യജാലത്തോടും മറകിലുണ്ടറിവൊന്നു മാത്രം. നൂലാട തന്നിലുദകം നുര തന്നിലേവം ഹാ ലോകമാകെ മറയുന്നൊരവിദ്യയാലേ ആലോചന വിഷയമായിതു തൻ്റെ കാര്യജാലത്തോടും മറകിലുണ്ടറിവൊന്നു മാത്രം.
ഇത് ആചാര്യൻ കേവലം ശ്രീനാരായണ ഗുരുദേവൻ മാത്രമല്ല, വേദാന്ത ശാസ്ത്രോപദേശം ചെയ്യുന്ന എല്ലാ ആചാര്യന്മാരും പ്രസിദ്ധങ്ങളായ ദൃഷ്ടാന്തങ്ങളെ തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒന്നിൻ്റെ സ്ഥാനത്ത് വേറൊന്ന് പറയാം, അതിന് വിരോധമില്ല. പക്ഷേ അവിടെ ഉപദേശിക്കപ്പെടുന്നത് ഇപ്പോൾ കയറ് പാമ്പ് എന്നുള്ളത് മാറ്റി കയറിൻ്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, പാമ്പിൻ്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വിചാരിച്ചോളൂ. അപ്പോൾ കേൾക്കുമ്പോൾ ഒരു പുതുമയുണ്ടാവും, പുതിയൊരു കഥയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ വസ്തുതത്വം ഇത്രയേ ഉള്ളൂ, അധിഷ്ഠാന വസ്തുബോധമില്ലാതെ അന്യവസ്തു ആരോപം വരുന്നു എന്നുള്ളതാണ് അവിടെ. ഇത്രയേ ഉള്ളൂ. ഇവിടെ ആചാര്യൻ പ്രസിദ്ധമായതിനെ തന്നെയാണ് ആവർത്തിക്കുന്നത്. ആയിരക്കണക്കിന് കൊല്ലങ്ങളായി ആചാര്യന്മാർ പറഞ്ഞു പറഞ്ഞു പോരുന്ന അതേ ദൃഷ്ടാന്തങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ എളുപ്പമാണ്. അപ്പം പറയുന്നു നൂലാട തന്നിൽ, നൂല് ആട തന്നിൽ, ആട വസ്ത്രം. അപ്പൊ നൂല് വസ്ത്രത്തിൽ, ഉദകം നുര തന്നിൽ, ഉദകം വെള്ളം, നുര തന്നിൽ നുരയിൽ, ഏവം ഇതേപോലെ ഹാ ലോകമാകെ മറയുന്നു, ലോകമാകെ വസ്തുതത്വം മറഞ്ഞു പോകുന്നല്ലോ. എന്തുകൊണ്ടാണ് ഈ വസ്തുതത്വം മറഞ്ഞു പോകുന്നേ? അവിദ്യയാലേ, അവിദ്യ കൊണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ പഠിച്ച അതേ ദൃഷ്ടാന്തമാണ്. നൂല് കൂടും പാവുമായി ചരിച്ചപ്പോഴാണ് വസ്ത്രം എന്നുള്ളത് ഉണ്ടായത്. നമ്മൾ വസ്ത്രം ധരിക്കുന്നു, വസ്ത്രം കൊണ്ട് മറയ്ക്കുന്നു, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. വസ്ത്രം ധരിക്കുന്നുണ്ട്, നമ്മൾ വസ്ത്രം കൊണ്ട് ചില മറവുകളൊക്കെ വയ്ക്കുന്നുണ്ട്, ചില കർട്ടനൊക്കെ ഇടുന്നത്. അതോടൊപ്പം കർട്ടനുണ്ട്, കെട്ടിയിട്ടുണ്ട്. അത് തന്നെ ഇപ്പുറത്തുള്ളത് കാണാതിരിക്കാൻ വേണ്ടി വേറൊരു കർട്ടൻ മനുഷ്യ വലിച്ചു കെട്ടാം. ഇങ്ങനെ മറയ്ക്കാൻ ഉപയോഗിക്കുന്നു. നമ്മുടെ ദേഹത്തും അതെ, എല്ലാവരും കാണണം നമുക്ക് തോന്നാത്തതൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വസ്ത്രം ഉപയോഗിക്കും. എന്നാൽ ഇത് വസ്തു എന്ത്? വസ്തു നൂല് തന്നെ. നൂല് കൊണ്ടാ ധർമ്മം സംഭവിക്കുകയോ? ഇല്ല. നൂല് കൊണ്ട് മറയ്ക്കുക എന്നോ ധരിക്കുക എന്നോ ഉള്ള ധർമ്മം സംഭവിക്കില്ല. എന്നാൽ നൂല് ഊടുംപാവുമായപ്പോഴോ അത് സംഭവിച്ചു. ഇവിടെ വസ്ത്രത്തിൽ നൂലല്ലാതെ വല്ലതുണ്ടോ? ഇല്ല. ഒരു കിലോഗ്രാം തൂക്കമുള്ള വസ്ത്രത്തിൽ 1 കിലോഗ്രാം നൂലാണുള്ളത്, വേറൊരു വസ്തുവില്ല. ആ നൂല് ഇങ്ങനെ ഊടും പാവുമായപ്പോൾ വസ്ത്രമായി. പക്ഷെ ഇത് വസ്ത്രമാണ് എന്ന നിലയ്ക്ക് നമ്മൾ അതിനെ നോക്കുമ്പോൾ, അതിൻ്റെ പ്രത്യേക ഡിസൈനുകൾ, അതിലെ ചിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ നൂലുണ്ടോ? ഇല്ല. അവിടെ നൂലല്ല നമ്മൾ കാണുന്നത്, വസ്ത്രമാണ് കാണുന്നത്, അതിലെ ചിത്രപ്പണിയാണ് കാണുന്നത്. ഇനി ഇതിനെ ഊടും പാവും വേർതിരിച്ചാൽ ഇതേ നൂല് കൂട്ടിയിട്ടാൽ ആ ചിത്രം കാണുമോ? കാണില്ല. സാധാരണഗതിയിൽ ആ നൂല് പിന്നെ അതുപോലെയാക്കാൻ എളുപ്പമല്ല, പിന്നെ ഡൈ ചെയ്ത് വീണ്ടും കളർ ചെയ്യാനേ പറ്റൂ. എന്നാൽ അത്യന്ത കുശലനായ ഒരാൾ അതേപോലെ വീണ്ടും ഊടുംപാവും ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുന്നതിന് കുഴപ്പമില്ല. വിചാരിച്ചാൽ അതേ ചിത്രം വീണ്ടും കാണില്ലേ? കാണും. സാമാന്യമായ അസാധ്യമാണ്, അത് എളുപ്പമല്ല. ഒരു ഗുരുനാഥനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ മന്ത്രദീക്ഷയൊക്കെ ആവശ്യപ്പെട്ട് വരുന്ന ആൾക്കാർ, ബ്രഹ്മചാരി സന്യാസി അങ്ങനെയല്ല, അല്ലാതെ നിത്യ ഉപാസനയ്ക്ക് ഒരു മന്ത്രം പറഞ്ഞു തരണം ഗുരുനാഥ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഇദ്ദേഹത്തിൻ്റെ പരിപാടി എന്താ വെച്ചാൽ, ഇപ്പം ആചാര്യ നൂലുണ്ടോയെന്ന് അറിയില്ല, അതായത് ഒരു നീളമുള്ളതിൽ കോർത്ത നൂലല്ല, അല്ലാതെ ഒരു വട്ടത്തിൽ ഇങ്ങനെ കോർക്കുന്ന നൂല് കണ്ടിട്ടുണ്ടാവില്ല. പണ്ട് ഒരു കടലാസ് നടുക്ക് ഇങ്ങനെ ഉണ്ടാവും, എന്തായാലും പേര് പറയാതെ എനിക്കറിയില്ല. ഈ നൂലിൻ്റെ നടുക്കത്തെ കടലാസം എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ഇങ്ങനെ ആക്കും, എന്നിട്ട് കൊടുക്കും. കൊടുത്തിട്ട് പറയും ഇതൊക്കെ ഒന്ന് നിവർത്തിക്കൊണ്ടിരും, ഈ നൂല് നിവർത്തിക്കൊണ്ടിരും, ഒന്നങ്ങ് അമർത്തും. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി കെടിഞ്ഞിട്ടുണ്ടാവും. അത് നിവർത്തി എളുപ്പമല്ല,
നല്ല പണിയുണ്ട്. കാരണം ഇപ്പുറത്തുനിന്ന് വലിച്ച അപ്പുറത്ത് കെട്ടിക്കൊടുക്കും, ഇപ്പുറത്തുനിന്ന് വലിച്ച അപ്പുറത്ത് കെട്ടിക്കൊടുക്കും. അത് വളരെ പണിപ്പെട്ട് ചിലപ്പോൾ 2, 3, 4 മണിക്കൂർ കൊണ്ടാവുമ്പോഴും പൊട്ടിപ്പോയത് വരും. പൊട്ടിയാൽ കുരു സ്വീകരിക്കില്ല. പൊട്ടാതെ അത് നിവർത്തി ചുറ്റി കൊടുക്കണം. എന്നാലേ അടുത്ത സംഭാഷണം എന്ത് മന്ത്രാ വേണ്ടത്, എന്താണ് ജപിക്കുന്നുണ്ടോ, അങ്ങനെയാണൊക്കെ ചോദിക്കുള്ളൂ. അല്ലാണ്ട് ചോദിക്കില്ല. കാലം മാറി. ഇന്നിപ്പോൾ ഓൺലൈൻ ദീക്ഷ ഉണ്ട് ഇല്ലേ? മൈക്കിലൂടെ അനൗൺസ് ചെയ്തിട്ട് ദീക്ഷ കൊടുക്കുന്നുണ്ട്. ദക്ഷിണ കൊടുത്താൽ ദീക്ഷ കിട്ടും എന്നുള്ള കാലമായി ഇന്ന്. അത് പോട്ടെ. അതൊക്കെ കാലത്തിൻ്റെ വൈധർമ്മ്യം അത്രമാത്രം. അതിഗുപ്തങ്ങളായ മന്ത്രങ്ങൾ പോലും ഓൺലൈൻ ദീക്ഷ കൊടുക്കണ കാലമാണ്. എവിടെ എത്തും ഇതൊക്കെ എന്നറിയില്ല. കുറേ പ്രാന്തന്മാരെ സൃഷ്ടിക്കാൻ ഉപകരിക്കുന്നല്ലാതെ, പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷമാണ് ഇങ്ങനെയാണ് കൂടിയത് ഈ ഓൺലൈൻ ഗുരുക്കന്മാരും ഓൺലൈൻ ദീക്ഷയൊക്കെ. അല്ലാതെ കൂടിയത്. ശരി, ഇരിക്കട്ടെ. അപ്പൊ പറഞ്ഞതിൻ്റെ ആശയം എന്താന്ന് ചോദിച്ചാൽ, ഇവിടെ ഇത് ഈ നൂല് കെട്ടി കുടുങ്ങിയത് വേർതിരിക്കാനുള്ള ക്ഷമ, അതിനുള്ളതായ ശ്രദ്ധ, അതിനുള്ള ക്ഷമ, അത് പ്രവർത്തിക്കാനുള്ള കെൽപ്പ്, ഇതൊക്കെ ആയിട്ട് മതി നീ വരിക എന്നാണ് ആ ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ നൂല് ഒരിക്കലും വസ്ത്രത്തിന്റെ ധർമ്മം ചെയ്യുന്നില്ല. വസ്ത്രം നൂലിന്റെ ധർമ്മവുമല്ല. പക്ഷേ ഈ വസ്ത്രത്തിൽ ഊടും പാവുമായി നൂലല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ വസ്ത്രം കാണുമ്പോൾ നമ്മൾ നൂല് കാണുന്നില്ല. എന്നാ നൂലല്ലേ കാണുന്നത്? നൂലാണ് കാണുന്നത്. പക്ഷെ നൂലാണെന്ന ഉണ്ടോ? ഇത് നൂലാണ്. നൂലാന്ന് ആരും പറയാറില്ല, ഇത് വസ്ത്രമാണെന്നാ പറയുക ഇല്ലേ? അപ്പൊ വസ്ത്രം എന്നുള്ള ബോധത്തിൽ എന്താണോ വസ്ത്രത്തിന്റെ സത്യം, അതവിടെ വിസ്മൃതമായി. നൂലാട തന്നിൽ ഉദകം നുര തന്നിൽ. ഉദകം നുര, നുര എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളത്തിൽ നുര ഉണ്ടാവുന്നുണ്ട്. നുര, പത ഒക്കെ. ഇത് ശരിക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചില സമുദ്ര തീരങ്ങളിൽ പോകണം. എല്ലാ സമുദ്ര തീരങ്ങളിലും ഇല്ല, പല സമുദ്ര തീരങ്ങളിലും വലിയ വെള്ള പത കാണും. അപ്പൊ കുട്ടികളാവുന്ന സമയത്ത് അത് പൊട്ടാതെ മുറിച്ചെടുക്കും. എത്ര വലുപ്പത്തിലൊക്കെ പൊളിച്ചെടുക്കും. ചില കുട്ടികൾ വലുത് മുറിച്ചെടുക്കും, അങ്ങനെ പൊട്ടിച്ചെടുക്കും. അപ്പൊ എനിക്ക് ഇത്ര വലുത് കിട്ടി, ഇത്ര വലുത് കിട്ടി എന്ന് പറഞ്ഞ കുട്ടികൾ മത്സരം ഉണ്ടാവും. അപ്പൊ വലുത് കിട്ടിയ ആളത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികൾ ഓടി പൊട്ടിക്കാൻ നോക്കും. ഇവന് പൊട്ടിക്കാതെ മറ്റവൻ ദൂരത്തേക്ക് ഓടി. ഇങ്ങനെയുള്ള കളികൾ ധാരാളമുണ്ട് ഈ സമുദ്രതീരത്ത് കഴിയുന്ന കുട്ടികളിൽ. നല്ല രസകരമായ കളികളാണ്. പൊട്ടിച്ചു വെച്ചിട്ട് അടിയൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അടിയും പൊട്ടും, അത് വേറെ വിഷയം. എന്നാലും ഇത് വലുത് പൊട്ടിക്കാനാണ് മറ്റേ കുട്ടികൾ നോക്കുക. അപ്പൊ ഇത്ര വലുപ്പമുള്ളൊരു ഒരു നുരയുടെ കട്ടി ഒരാൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ. ഇത് വെള്ളമാണോ? ഒറ്റ നോട്ടത്തിനല്ല, ഒരിക്കലും അല്ല. ശരി, ഇത് നമ്മളൊരു പാത്രത്തിൽ കൊണ്ടുവച്ചു. ഈ വലിയ കട്ടി ഒരു പ്ലേറ്റിൽ വെച്ചു. പിറ്റേ ദിവസം വന്ന് നോക്കുക. പിറ്റേ ദിവസം വന്ന് നോക്കിയാൽ ആകെ അതിൽ ഒരു 1/4 ടീസ്പൂൺ വെള്ളം ഉണ്ടാവും. വേറെ ഒന്നും ഉണ്ടാവില്ല. ഒരു 1/4 ടീസ്പൂൺ വെള്ളം, അതിൽ കൂടുതൽ ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും വലിയൊരു പതയുടെ ഒരു നുരയുടെ കട്ടിയായിട്ട് കാണപ്പെട്ടത് എന്താ? ഈ വെള്ളം തന്നെയാണ്. ചിന്തിക്കുക. വെള്ളമല്ലാത്ത ഒരു വസ്തുവും ആ നുരയിലില്ല. പക്ഷേ അത് ആകൃതിയിൽ കാണപ്പെട്ടപ്പോഴോ അതിന് വർണ്ണവിശേഷമുണ്ട്, ആകൃതി വിശേഷമുണ്ട്. രൂപം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആകൃതി വിശേഷമുണ്ട്. അപ്പൊ ആകൃതിയോടും വർണ്ണത്തോടും കൂടി കാണപ്പെട്ട ഈ നുര വാസ്തവത്തിൽ ആകൃതിയോ വർണ്ണമോ ഇല്ലാത്ത ജലം മാത്രമാണ്. ഇതിന് വലിയ പരീക്ഷണശാലയിലൊന്നും പോണ്ട, നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുക. ഇതിന്റെ പേരിലാണോ നമ്മൾ അടികൂടിയത് എന്ന് 2 കുട്ടികൾ തമ്മിൽ പറഞ്ഞാലോ?
ഇത്രയേ ഉള്ളൂ ലോകത്തിലെ എല്ലാ അടികളെന്ന് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. ഇത് വലിയ അടിക്ക് കാരണമാവും. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കും. കണ്ട് എന്തിനാടി? ഈ നുര പൊട്ടിച്ചതിനാണ് അടി. പിറ്റേന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 കുട്ടികളും ചിന്തിക്കുക, എന്തിനാ നമ്മൾ ഇന്നലെ അടിയിട്ടത്? ഇത്രയല്ലേ ഉള്ളൂ വസ്തു, ഇതൊരു 1/4 ടീസ്പൂൺ വെള്ളമേ ഉള്ളൂ, ഇതിന്റെ പേരിലാണോ നമ്മൾ അടി കൂടിയത്? ലോകത്തിലെല്ലാ അടിയും ഇങ്ങനെയല്ലേ ഉള്ളൂ. എന്താ അഭിപ്രായം? ഇതിൽ കവിഞ്ഞ് വല്ല അടിയുണ്ടോ? ഒക്കെ നുരയുടെ പേരിലാണ് അടി, വെള്ളത്തിന്റെ പേരിൽ അടിയില്ല. പക്ഷെ മനസ്സിലാവുന്നില്ല. ഒരാൾ നമ്മളോട് കുറച്ച് വെള്ളം കുടിക്കട്ടെ, വെള്ളം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളമാണോ കൊണ്ടുപോവുക? എന്തൊരു സാമ്യത! എന്താ നിങ്ങൾ ചോദിക്കണത്? വെള്ളം തരുമെന്ന് പറഞ്ഞാൽ വെള്ളമല്ലേ കൊണ്ടുപോവുക? അല്ല, നമ്മൾ പാത്രമാ കൊണ്ടുപോവുക, അല്ലേ? നമ്മളൊരു ഗ്ലാസ്, ഒരു ടംബ്ലർ, അല്ലെങ്കിൽ ഒരു ഡവറ, എന്തെങ്കിലും ഒരു പാത്രമാണ് നമ്മൾ കൊണ്ടുപോവുക. ആ പാത്രത്തിലാണ് വെള്ളം ഒഴിക്കുന്നത്. അല്ല, പാത്രം ചോദിച്ചില്ലല്ലോ. നിന്നോട് ഞാൻ വെള്ളം കൊണ്ടുവരാനല്ലേ പറഞ്ഞത്, നീ ഇതിനെ പാത്രം കൊണ്ടുവന്ന? അവിടെ അനുസരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, 2 വഴിയില്ല. ഒരു ഫ്രീസറിൽ വെച്ച് വെള്ളം കട്ടയാക്കിയിട്ട് കൊണ്ടുകൊടുക്കാം. ഇതാ വെള്ളം മാത്രം, പാത്രം ഇല്ലാതെ. മറ്റേത് നമുക്ക് പാത്രത്തിലേ വെള്ളം കൊണ്ടുപോകാൻ പറ്റും. മനസ്സിലാക്കുക. അപ്പൊ ഈ ഐസിന്റെ കട്ട കണ്ടിട്ട് ഇത് വെള്ളമാകുന്നു എന്ന് പറഞ്ഞാൽ അറിയുന്ന ആൾക്കറിയാം, അറിയാത്ത ആൾക്ക് ഇത് വേറൊരു വസ്തുവാണ്, ഇത് വെള്ളമാണെന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? ചിന്തിക്കുക. ഇതേ വെള്ളം നമ്മൾ ചിലപ്പോ ഈ ഐസ് കട്ട ഒരു ഗ്ലാസിന്റെ മുകളിലിട്ടാലോ ആ ഗ്ലാസ് പൊട്ടിപ്പോകും. എന്താ ഗ്ലാസ് എങ്ങനെ പൊട്ടി? അത് വെള്ളം വീണ് പൊട്ടിയതാന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? വലിയ പ്രശ്നമാണ്. നമ്മൾ പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കില്ല. ചിദാനന്ദ സ്വാമി കള്ളം പറയുന്നു എന്ന് പറയും. അത് വെള്ളം വീണ് പൊട്ടിയതല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അല്ല, അതെ. ഇതാണ് സ്ഥിതി. അപ്പോ നുര തന്നിൽ ഉദകം മറയുന്നു. ഇത് നുരയാണ്, ഇന്ന ആകൃതിയോട് കൂടിയതാണ്, ഇന്ന വർണ്ണത്തോട് കൂടിയതാണ് എന്ന ആ ഭാനത്തിൽ വസ്തുതത്വം മറയുന്നു. ഇത് ഇന്ന പുള്ളി വസ്ത്രമാണ്, ഇന്ന വസ്ത്രമാണെന്നുള്ള ആ വസ്ത്രത്തിൽ നൂല് മറയുന്നു. നൂല് മറഞ്ഞോ? നൂല് മറഞ്ഞിട്ടില്ല, നൂല് തന്നെയാണത്. പക്ഷെ ആ ബോധമല്ല നമുക്ക് ഉണ്ടാവണം. വെള്ളം തന്നെയാണിത്, പക്ഷെ നമുക്ക് ആ ബോധം ഉണ്ടാവുന്നില്ല. നമുക്ക് ഇത്ര കട്ടിയുള്ള പദാർഥം ഉണ്ടാവണം. ഇതുപോലെ നൂലാട തന്നിൽ ഉദകം നുര തന്നിൽ ഏവം ഏവം ഇപ്രകാരം ഹാ ലോകമാകെ ഈ വസ്തുത അസ്തിത്വം ലോകമാകെ മറയുന്നു. അവിടെ ലോകം മറയുന്നു എന്നല്ല പറയേണ്ടത്, ലോകമാകെ ഈ ലോകത്തിൽ മുഴുവനും തന്നെ മറയുന്നു. എന്ത് മറയുന്നു? സത്യം. നമ്മൾ കാണുന്നത് മാത്രം ശരിയെന്ന് വിചാരിക്കുന്നു. കാണുന്നതിന് ഉണ്മയെ നൽകുന്ന പാരമാർത്ഥിക സത്യം എന്തെന്ന് അറിയുന്നില്ല. ഇതെന്തൊരു അത്ഭുതാന്ന് കാണിക്കാനാണ് ഹാ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതെന്തൊരു അത്ഭുതാണ്. ഹാ, ഇതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണേ? അവിദ്യയാലേ. ഇതാണ് അവിദ്യയാൽ സംഭവിക്കുന്നത്. അവിദ്യ പ്രവർത്തിക്കുന്നത് 2 ശക്തികളെ കൊണ്ടാണ്. അപ്പൊ ഇല്ലാത്തതിന് ശക്തിയെന്ന് വെച്ചാൽ അവിദ്യ എന്ന് പറഞ്ഞാൽ അനേക അർത്ഥങ്ങളിൽ ഒരർത്ഥം ന വിദ്യമാന യാസ അവിദ്യ, ഇല്ലാത്തവളാരും അവൾ അവിദ്യ എന്നൊരർത്ഥമുണ്ട്. വിദ്യായാഹ അന്യ അവിദ്യ എന്നും അർത്ഥമുണ്ട്. വിദ്യയിൽ നിന്ന് ഭിന്നയായിട്ടുള്ളവൾ അവിദ്യ ഒരർത്ഥം. മറ്റൊരർത്ഥം ഇല്ലാത്തവളാരും അവൾ അവിദ്യ.
അപ്പൊ ഇല്ലാത്തവൾ എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഇല്ലാത്തവൾക്ക് രണ്ട് ശക്തിയോ, ഇല്ലാത്തവൾക്ക് അനേക ശക്തി ഉണ്ടാവും. ആ രണ്ട് ശക്തി ആവരണവും വിക്ഷേപവുമാണ്. വസ്തുതത്വത്തെ മറയ്ക്കുക എന്നുള്ളത് ആവരണമാണ്, അതിൽ അന്യവസ്തുവെ കാണിക്കുക എന്നുള്ളത് വിക്ഷേപമാണ്. ഈ രണ്ടും ചേർന്നിട്ടാണ് ഈ ലൗകിക ഭ്രമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ ഇത് കയറാകുന്നു എന്ന കയറിന്റെ ഭാവത്തെ മറച്ചു എന്നുള്ളത് ആവരണ ശക്തിയാണ്. അതിനെ പാമ്പാണെന്ന് തോന്നിപ്പിച്ചത് വിക്ഷേപ ശക്തിയാണ്. ഈ ആവരണവും വിക്ഷേപവും ഈ രണ്ട് ശക്തികളാണ്. ഇത് രണ്ടും ചേർന്നിട്ടാണ് ഈ കാണാകുന്ന സകലവുമായി ഭാസിക്കുന്നത്. അപ്പൊ അവിദ്യയുടെ ആവരണ വിക്ഷേപങ്ങളെ കൊണ്ട് വസ്തുതത്വം മറഞ്ഞ് ഒരാ അന്യവസ്തുവായി കാണപ്പെടും. ഇതാണ് ഈ ഉലകം, ഇതാണ് ഈ സംസാരം. ഞാൻ ആരെന്നറിയുന്നില്ല എന്നുള്ളത് ആവരണം, ഞാൻ അല്ലാത്തത് ഞാനാണെന്ന് മനസ്സിലാക്കുന്നത് വിക്ഷേപം. ഞാൻ ആരാണ്, സച്ചിദാനന്ദമാണെന്ന് അറിയുന്നില്ല, അത് ആവരണത്തിന്റെ ഫലമാണ്. പിന്നെ ഞാൻ എന്തൊക്കെയാണ്, അത് എന്തൊക്കെയാന്ന് നമുക്ക് ആർക്കും പറയാൻ വയ്യ. ഞാൻ ആണാണ്, ഞാൻ പെണ്ണാണ്, അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ മനുഷ്യനാണ്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ഞാനാണ്. പല കൽപ്പനകളും നമ്മളിലേക്ക് നമ്മൾ വെക്കുന്നുണ്ട്. തൊഴിലാവാം, ആ സമയത്തുള്ള ഭാവങ്ങളാവാം. ഞാൻ രോഗിയാണ്, അങ്ങനെ വരാം. ഞാൻ നിരോഗിയാണ്, നിരോഗി എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ആൾ, അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇതൊക്കെ വരാം. നേരത്തെ ഒരു നേരപ്പോക്കുണ്ടായി, ഇന്നുണ്ടായ നേരപ്പോക്കാണ്. നമ്മളൊരു സഭയിൽ സംസാരിക്കുകയായിരുന്നു. ഒരു സഭയിൽ സംസാരിക്കുമ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ ശുദ്ധി അശുദ്ധി എന്നുള്ളൊരു വിഷയമാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് പറഞ്ഞാൽ കേരളത്തിൽ 1/6 പേർക്ക് ക്യാൻസറാണ്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഇരിക്കുന്ന ഈ സ്റ്റേജിലും സദസ്സിലുമായിട്ട് ഇരിക്കുന്ന 1/6 ക്യാൻസർ ഉണ്ട്. പരിശോധിച്ചാലേ അറിയുള്ളൂ. പരിശോധിക്കാത്ത കാലത്തോളം നമ്മൾ അറിയില്ല. അത് കുഴപ്പമില്ലല്ലോ. പരിശോധിച്ച് കഴിഞ്ഞാൽ അറിഞ്ഞു. ഇത്രയും പ്രശ്നമുള്ളൂ. അത് ഞാൻ ആരെയും പറഞ്ഞത്. അപ്പോൾ ഒരാൾ തിരിച്ച് നമ്മൾ വണ്ടി കയറാം, സ്വാമി അതൊരു ബേജാറായല്ലോ സ്വാമി പറഞ്ഞ കേട്ടിട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ 5-ാം തീയതി വിചാരിച്ചോളൂ. ഏത് മനസ്സിലായില്ല? ഒരാൾക്ക് ക്യാൻസറാന്ന് കേട്ടപ്പോ ഞാൻ ബേജാറായി സ്വാമീൻ്റെ കേട്ടിട്ട്. നിങ്ങളെന്തിനാ 6-ൽ 5-ാം തീയതി ചിന്തിച്ചൂടാ? എന്തിനാ 6-ൽ 1-ാം തീയതി ചിന്തിക്കുന്നത്? ഇതൊരു വസ്തുതയാണ്. ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് സാധിക്കുന്ന സ്ഥലത്ത് പച്ചക്കറി ഉണ്ടാക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. സ്വാമിക്കത് പറയാൻ അധികാരം ഉണ്ടോയെന്ന് വെച്ചാൽ സത്യസന്ധമായി എനിക്ക് അധികാരമില്ല. കാരണം ഞാൻ ഉണ്ടാക്കണില്ല എന്ന് മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ചാപ്പട്ടരാവന്മാരും കൂടി ഒരൊറ്റ സാധനം കടയിൽ നിന്ന് വാങ്ങാതെ ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട്. അത്ര അധികം ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ ഉണ്ടാക്കുന്നില്ല. ഇത് പീടിയെന്ന് ലിസ്റ്റ് അനുസരിച്ച് വാങ്ങാൻ ചെയ്യണം. സത്യം പറയണത് നാണക്കേടുണ്ടെങ്കിലും നാണോ മാനോ ഇല്ലാത്തവർക്ക് എന്തും പറയാലോ. അതാണ് സത്യം. ഭൂമി പോലും വേണ്ട പച്ചക്കറി ഉണ്ടാക്കാൻ, ഭൂമി വേണ്ട. അത് സ്വാമി ടെറസിന്റെ മുകളിലുള്ള കൃഷിയാണോ? ടെറസിന്റെ മുകളിലൊന്നും വേണ്ട, ഒന്നും വേണ്ട. അല്ലാണ്ട് നമുക്ക് ഒന്ന് ഡിസൈൻ ചെയ്ത് കുറേ കൊട്ടകൾ ഉണ്ടാക്കി അതിൽ നമുക്ക് കൃഷി ചെയ്യാം. ഒരു 10-15-16 ഒറ്റ സ്തംഭത്തിൽ ഇങ്ങനെ ഒരു പൈപ്പിന് 4 വീതം ആംഗ്ലർ വെച്ച് കൊളുത്ത് വെച്ച് സുഖമായിട്ടുണ്ടാക്കാം. ഒരു 1/2 ഏക്കറിൽ പച്ചക്കറി ഉണ്ടാക്കിയ സുഖമായിട്ട് വിറ്റ് 1000 കണക്കിന് ഉറുപ്പിക മാസത്തിലുണ്ടാക്കാം.
അപ്പോൾ നമുക്ക് സാധിപ്പിക്കാനൊക്കെ ഉണ്ട്. അതൊന്നും ഉദ്ബോധിപ്പിച്ചതാ ജനങ്ങളെ, നിങ്ങൾക്ക് സാധിക്കും. അപ്പം ഈ കൊല്ലം നമ്മൾ ഈ സ്വാമിമാർക്ക് ഈ ശബരിമല തീർത്ഥയാത്രികർക്ക് വേണ്ടി ഒരുക്കുന്ന ഈ ഈ അന്നദാനം അടുത്ത കൊല്ലം നമുക്ക് പ്രതിജ്ഞ ചെയ്യണം. ഒരൊറ്റ ഒന്ന് കടയിൽ നിന്ന് വാങ്ങില്ല, എല്ലാം ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന പ്രതിജ്ഞ ചെയ്യണമെന്ന് പറയിപ്പിച്ചത് അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ പറയിപ്പിക്കുമെന്നാലും പേടിക്കണ്ട, അത് നാളെ വരാതിരിക്കണ്ട, പറഞ്ഞു മാത്രം. അപ്പൊ ഇയാൾ കയറി പിടിച്ചത് 6 ഒരാൾക്ക് ക്യാൻസറാന്ന് പറയുമ്പോൾ ഒന്ന് ഞാനാവുമെന്നാണ് ഇയാളുടെ പേടി. നിങ്ങൾക്ക് എന്താ 6 5 ഞാൻ ചിന്തിച്ചാൽ? ഓ അങ്ങനെ ചിന്തിക്കാൻ സമാധാനമായി, ഫോട്ടോ പോവാം. ശരി. അപ്പോ നോക്കൂ, ഈ അവിദ്യയാൽ വസ്തുസ്വരൂപം മറയ്ക്കപ്പെട്ട് പോരാ, എവിടെ മറയ്ക്കപ്പെട്ടോ അവിടെ ഉടനെ വിക്ഷേപം വന്ന് നമ്മൾ എന്തൊക്കെയായി നമ്മളെ കരുതുന്നു. ഞാൻ രോഗിയാണ്, ഞാൻ നിരോഗിയാണ്, ഞാൻ വെളുത്തിട്ടാണ്, ഞാൻ കറുത്തിട്ടാണ്. ആണോ? ഞാൻ വെളുത്തിട്ടാ, ഞാൻ കറുത്തിട്ടാ. ഇവിടെ നമ്മളെ നാട്ടിലൊരാൾ ഞാൻ വെളുത്തിട്ടാന്ന് പറഞ്ഞു വിചാരിച്ചോ. നമ്മളെ ഭാരതത്തിലൊരാൾ ഞാൻ വെളുത്തിട്ടാണെന്ന് പറഞ്ഞു, അയാൾ അമേരിക്കയിൽ പോയി, അല്ലെങ്കിൽ വേണ്ടില്ല കാനഡയിൽ പോയി, അവർ നിങ്ങളെ വെളുത്തായിട്ട് കൂട്ടുവോ? വെളുത്താളാന്ന് കൂട്ടുക? ഇവിടുത്തെ വെളുത്താളാളെ വെളുത്തായിട്ട് പറയുമോ? ഇല്ല. അപ്പം ഏതാ ശരി? ഇവിടെ വെളുത്തതാണെന്നാണോ ശരി, അല്ല അവിടെ ബ്രൗൺ ആണെന്നുള്ളതാണോ ശരി? ഏതാ? ഇവിടെ ആവുമ്പോൾ ഇവിടെ, അവിടെ ആവുമ്പോൾ അവിടെ. അത്രയും ഇതാണ് മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു. ചിന്തിക്കുക. അപ്പോ ഇങ്ങനെ മറിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയായി തീരുന്നു? അവിദ്യയാല് ആലോചനാ വിഷയമായത് തൻ്റെ കാര്യജാലത്തോട് മറകിൽ. ഈ അവിദ്യ ആലോചനാ വിഷയമായി എന്ന് വെക്കുക. സാധാരണഗതിയിൽ ആലോചനാ വിഷയമാവാറില്ല. എന്താണോ നമ്മൾ പ്രത്യക്ഷമായിട്ട് അറിയുന്നത് അതിലങ്ങോട്ട് കഴിഞ്ഞു കൂടുക ചെയ്യുന്നത്. പൊതുവെ അതിൽ നമ്മൾ സംതൃപ്തരാ, പിന്നെന്തിനാ വേറെ അന്വേഷിക്കുന്നത്? ഇപ്പോഴത്തെ അനുഭവത്തിൽ നമ്മൾ സംതൃപ്തരാ, പിന്നെ അതിനപ്പുറത്തേക്ക് അന്വേഷിക്കില്ലല്ലോ. ഈ കാണുന്നതൊക്കെ ശരിയാ. കറുപ്പ് എന്ന് പറഞ്ഞാൽ കറുപ്പ് തന്നെയാണ്, നീല എന്ന് പറഞ്ഞാൽ നീല തന്നെയാണ്. നമ്മൾ ഉറച്ചിരിക്കുക. ശരിയല്ലേ? എന്താ സ്വാമി, നീല എന്ന് പറഞ്ഞാൽ നീല തന്നെയല്ലേ? ആണോ? എൻ്റെ അഭിപ്രായം വലിയ പ്രശ്നമാണ്. ഇപ്പം പണ്ട് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ പറയാറുണ്ട്, ഈ ലോകത്തിലുള്ള സമസ്ത വർണ്ണങ്ങളും 7 വർണ്ണങ്ങൾ ചേർന്നതാണ്. ഈ പറയാറുണ്ട് 7 വർണ്ണങ്ങൾ ചേർന്നാൽ ഈ ലോകത്തിലെ സമസ്ത വർണ്ണങ്ങളും ഉണ്ടാക്കാം. നമ്മൾ പറയാറുണ്ട്. ശരിയാണ്. 7 വർണ്ണങ്ങൾ പല അനുപാതത്തിൽ ചേർത്താൽ ലോകത്തിലെ സമസ്ത വർണ്ണങ്ങളും ഉണ്ടാക്കാം. ശരിയാണ്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ പറയില്ല. ഇന്ന് പറയില്ല. ഇന്ന് 3 വർണ്ണങ്ങളാ. 3 വർണ്ണങ്ങൾ വ്യത്യസ്ത അനുപാതങ്ങളിൽ ചേർത്താൽ ഈ ലോകത്തിലെ സകല വർണ്ണങ്ങളും ഉണ്ടാക്കാം. ശരിയാണോ അല്ലയോ? പറഞ്ഞാൽ അത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. 3 പിഗ്മെന്റ്സ് അത് വ്യത്യസ്ത അനുപാതത്തിൽ കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് ചേർത്തിട്ടാണ് എല്ലാ വർണ്ണഭേദങ്ങളും ഇന്നുണ്ടാക്കണം. കളർ പ്രിന്റർ എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിയപ്പോൾ അതിൽ 3 മഷിയുണ്ട്. ഏത് കളർ വേണം? പെയിന്റ് കടയിൽ 3 കളർ, അത് കമ്പ്യൂട്ടറിൽ വെച്ച് ഏത് കളറും ആക്കും. എന്തൊക്കെ കളറാണ്, ഓരോ വീടിൻ്റെയൊക്കെ കളർ എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഒരാൾ നീല എടുത്തിട്ട് ഇത് നീല തന്നെയാന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയുള്ള നീല ആയടേ? അതിൻ്റെ ഭാഗങ്ങളായി ഞാൻ പിരിച്ചു കാണിച്ചു തരാം. അതേ ചേർത്ത് വേറെ അനുപാതത്തിൽ ചേർത്തപ്പോഴാണ് പച്ചയായത്. ചിന്തിച്ചു നോക്കൂ. എല്ലാ വർണ്ണഭേദങ്ങളുമായി തീർന്നത് ഈ 3. ശാസ്ത്രം ഇനിയും മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാ കണ്ടുപിടിക്കുക എന്നറിയില്ല.
ഇപ്പം എന്തായാലും നമുക്ക് മൂന്നിൽ നിൽക്കാം. സത്വരജസ്തമോ ഗുണങ്ങളാൽ സമസ്തവും ആവിർഭവിക്കുന്നു എന്ന് വേദവും സാഖ്യം വേദാന്തം എല്ലാവരും പറഞ്ഞു. മൂന്ന്, ഈ മൂന്നിന്റെ ചേർച്ച കൊണ്ട് എല്ലാ പ്രപഞ്ചവും. ആ മൂന്നാണ് ആ ഉ മ. അപ്പോൾ കണ്ട രൂപങ്ങളിൽ നമ്മൾ സംതൃപ്തരാണ്. അതുകൊണ്ട് നമ്മൾ അതിനപ്പുറത്തേക്ക് അന്വേഷിക്കുക പതിവില്ല. അതിനപ്പുറത്തേക്ക് അന്വേഷിക്കുക പതിവില്ല. എന്ന് അന്വേഷിച്ചാലോ? അന്വേഷിച്ചാൽ ഇപ്പം ഞാൻ മനസ്സിലാക്കിയതിനപ്പുറത്ത് ചില സത്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കും. ഇതിനപ്പുറത്ത് ചില സത്യങ്ങളുണ്ട്. അതെന്താണ്? അവിടെ സൂക്ഷ്മമായ വിചാര പദ്ധതിയിലേക്ക് പോകും. ആ വിചാര പദ്ധതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഗുരുവിൻ്റെ ശാസ്ത്രത്തിൻ്റെ സഹായം വേണ്ടി വരും. അങ്ങനെ പോകുമ്പോൾ ഇന്നലെ കണ്ട ചിത്രമേ മാറി ഇന്നത്തെ ചിത്രം. പക്ഷേ ആയിരക്കണക്കിന് മനുഷ്യന്മാരിൽ ഒരാളെ ഇങ്ങനെയൊക്കെ അന്വേഷിക്കാൻ പോകാറുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കണ്ടതിൽ തന്നെ തൃപ്തരാണ്. തൻ്റെ ചുറ്റും അനുഭൂതമാകുന്ന പ്രപഞ്ചത്തിൽ തൃപ്തരാണ്. ഇവിടെ വേറൊന്നും കൂടി പറയാട്ടോ, അവരെ പറഞ്ഞിളക്കി അതൃപ്തി ഉണ്ടാക്കുമെന്നും വേണ്ടേ. ഒരാൾ സന്തോഷമായിട്ട് ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. വിചാരിക്കുക, ഒരാൾ സന്തോഷമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഉണ്ടെങ്കിൽ അയാളോട് പറഞ്ഞിട്ട് ഇതൊന്നും അല്ല സത്യം കേട്ടോ, നീ ഇങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട, ഇതിനപ്പുറത്തൊരു പരമസത്യമുണ്ട്, നീ അത് അന്വേഷിക്കണം, എന്നാലും നിനക്ക് ആത്യന്തികമായ സത്യത്തിൽ എത്തിച്ചേരാൻ പറ്റൂ എന്നൊന്നും പറഞ്ഞ് ഇളക്കണ്ട. ഈ ലോകത്തിൽ ഒരാളെങ്കിലും സന്തോഷത്തോടുകൂടി കഴിയുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് സന്തോഷിക്കാവുന്ന കഴിവ് നമുക്കുണ്ടാവുക. അയാളോട് പോയി വേദാന്തം ഉപദേശിക്കാൻ പോവരുത്, പ്രത്യേകം പറയുകയാണ്, ശ്രദ്ധിക്കുക. കാരണം ഈ വേദാന്തം കുറച്ച് പഠിച്ച ആൾക്കാർക്ക് ഒരു രോഗം വരും. എന്താ രോഗം? എല്ലാവരോടും കയറി ഉപദേശിക്കാൻ. അയ്യോ രക്ഷയില്ല, ഉപദേശികളെ കൊണ്ട് നാട്ടിലൊന്നും വൃത്തിയില്ല. പാടില്ല. അയാൾ സന്തോഷിച്ച് അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ? എന്താ അഭിപ്രായം? സന്തോഷമുള്ള ഒരാളെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? അതെ, അയാളെ വഴിക്ക് വിട്ടേക്കുക, അയാളുടെ ഉപകരണങ്ങൾ. എന്നാൽ ആരെങ്കിലും ഇതിനപ്പുറത്ത് എന്താണ് സത്യമെന്ന് അന്വേഷിച്ച് വന്നാൽ നല്ല പറഞ്ഞു കൊടുത്തോളൂ, രഹസ്യമായിട്ട്. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ആലോചനാ വിഷയമായാൽ അയാൾ മാത്രം തൻ്റെ കാര്യജാലത്തോട് കൂടി ഇത് മറയും. ഇത് മറയുമെന്ന് പറഞ്ഞാൽ അവിദ്യ മറയും. എന്തിനോട് കൂടെ മറയും? കാര്യജാലത്തോടു കൂടെ. അവിദ്യയുടെ കാര്യങ്ങൾ, ഈ സംസാരം മുഴുവൻ അവിദ്യാ കാര്യമാണ്. അവിദ്യ കാരണം, സംസാരം കാര്യം. നമ്മൾ പലപ്പോഴും ഇന്നത്തെ ഈ ഭാഷാപ്രയോഗങ്ങളിൽ വളരെ തെറ്റ് വരുത്തുന്ന ഒരു പദമാണ്, മലയാളികൾ ഏറ്റവും തെറ്റ് വരുത്തുന്ന രണ്ട് പദങ്ങളാണ് കാരണം, കാര്യം എന്നിവ. നമ്മളെങ്കിലും ശുദ്ധമായി ശീലിക്കണം. ചിലർ, മിക്കവാറും പേര്, ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ചല്ല പറയണത്, ഈ പൊതുവെ മലയാളികൾ ഇന്ന് ഈ കാരണം എന്നുള്ളിടത്ത് കാര്യം എന്ന് പ്രയോഗിക്കും. ഞാനവിടെ പോകാനുള്ള കാര്യം എന്താണെന്നറിയോ? ഞാനവിടെ പോകാനുള്ള കാര്യം എന്താണെന്നറിയോ? തെറ്റാണോ ശരിയാണോ? തെറ്റാണ്. ഞാനവിടെ പോകാനുള്ള കാരണം എന്താണെന്നാണ് ചോദിക്കേണ്ടത്. ഞാനവിടെ പോയതിൻ്റെ കാര്യം, അത് ശരിയാണ്. ഞാനവിടെ പോയതിൻ്റെ കാര്യം എന്നുള്ള പ്രയോഗം ശരിയാണ്. പോയതുകൊണ്ട് ഉണ്ടായ കാര്യം പലപ്പോഴും തെറ്റിക്കുന്നതാണ്. അതുകൊണ്ട് കാര്യം കാരണം എന്നുള്ള ശബ്ദം നമ്മൾ ശരിക്കേ പ്രയോഗിക്കാൻ പാടും. ഇതുപോലെ തന്നെ മലയാളികൾ ഏറ്റവും അധികം ഈ കർമ്മണി പ്രയോഗം തെറ്റിക്കും. എന്താ കർമ്മണി പ്രയോഗം ചെയ്താൽ എന്തോ ഒരു പത്രാസാന്ന വിചാരം, എന്നിട്ട് മുഴുവൻ തെറ്റിച്ചു പറയും. ചിന്തിക്കണം എന്നുള്ളത് ചിന്തിക്കപ്പെടണം എന്നൊരു അർത്ഥം മാറിപ്പോയി, നേരെ അർത്ഥം മാറി.
സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം, ഭാഷ ശുദ്ധമായി പ്രയോഗിക്കണം എന്നുള്ളത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ ശുദ്ധ പ്രയോഗമാകും. കാര്യജാലത്തോടുകൂടെ അവിദ്യയാകുന്ന കാരണം അതിൻ്റെ കാര്യത്തോടുകൂടെ വിലയിക്കുന്നു. ഏതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ മന്ദപ്രകാശത്തിലാണ് കയറിനെ പാമ്പായി കണ്ടത്, അഥവാ വാഴയിലയെ പിശാചായി കണ്ടത്. അപ്പൊ അവിടെ പ്രകാശം പ്രമാണ പരീക്ഷ വന്നപ്പോ, പ്രകാശം വന്നപ്പോ എന്തായി? പിശാചി പോയി. അപ്പൊ നമുക്കെന്ത് പറയാം? ഇരുട്ട് അതിന്റെ കാര്യത്തോടു കൂടെ പോയി എന്ന് പറയാം. അതിന്റെ കാര്യമാണ് പിശാച്, നേരത്തെ കാര്യമാണ് പാമ്പ്. അപ്പൊ പാമ്പാകുന്ന കാര്യത്തോടുകൂടി അജ്ഞാനം പോയി. വ്യക്തമാണല്ലോ. അപ്പൊ അവിദ്യ, അജ്ഞാനം, അതിൻ്റെ ആവരണ വിക്ഷേപങ്ങളാകുന്ന ശക്തികൾ അത് സൃഷ്ടിച്ച കാര്യത്തോടു കൂടെ പോയി. എപ്പോ? ആലോചനാ വിഷയമാകിൽ. ആലോചനയ്ക്ക് വിഷയമായപ്പോ അവിദ്യ തൻ്റെ കാര്യജാലത്തോട് മറകിൽ പിന്നെ എന്തില്ല? നുര ഇല്ല. പിന്നെ എന്തില്ല? ആട ഇല്ല. ഇവിടെ പറഞ്ഞ ദൃഷ്ടാന്താ പറയണത്. നൂലിൽ നിന്ന് ഭിന്നമായി ആടയോ വെള്ളത്തിൽ നിന്ന് ഭിന്നമായി നുരയോ ഇല്ല. പിന്നെന്താ ഉള്ളത്? ഉള്ളത് അറിവൊന്നു മാത്രം. കേവലമായ ബോധം, കേവലമായ ജ്ഞാനം. അതിനെ സത്തെന്ന് പറഞ്ഞോളൂ, ചിത്തെന്ന് പറഞ്ഞോളൂ, ആനന്ദെന്ന് പറഞ്ഞോളൂ. ആ അടിസ്ഥാനമായ സത്ത മാത്രമേ ഉള്ളൂ. അതിൽ അധ്യസിക്കപ്പെട്ട എല്ലാം പോയി. ചിന്തിക്കും. നാളെ രസകരമായൊരു ഒരു പത്ര റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. കുറെ ശ്രേണിയായി. നിങ്ങൾ എത്ര പേരത് വായിച്ചു എന്നോ വായിച്ചവരെത്ര ശ്രദ്ധിച്ചു എന്നോ അറിയില്ല. അതാദ്യം പിന്നെ വളരെ കൊട്ടിഘോഷിച്ച് നാട് മുഴുവൻ ചർച്ച ചെയ്ത വിഷയമാണ്. റഷ്യൻ പ്രസിഡന്റ് അമേരിക്കയിൽ പോകുന്നു, അവർ കൂടി ചർച്ച ചെയ്യും. അപ്പോൾ അലാസ്ക സ്റ്റേറ്റിൽ ആണ് ഇന്ന് ചർച്ച. ഇത് കഴിഞ്ഞ പിറ്റേന്ന് തന്നെ എത്രയോ അമേരിക്കൻ പത്രങ്ങളിൽ, എൻ്റെ ഭഗവാനെ, 2 പേജ് 3 പേജ് വാർത്തകൾ. എന്താണ്? ഇദ്ദേഹത്തിൻ്റെ പിന്നെ മലം മൂത്രമൊക്കെ അവരുടെ ഉദ്യോഗസ്ഥന്മാർ പാക്ക് ചെയ്ത് കൊണ്ടുപോയതാണ് ഈ റഷ്യൻ പ്രസിഡന്റിൻ്റെ. ഒന്നും അവിടെ ഇല്ല. അപ്പൊ ഇത് എടുക്കാത്തക്കോണുള്ള സെറ്റപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചത്. നോക്കണേ ഓരോരുത്തരുടെ ബുദ്ധി. ഇത് ക്ലോസറ്റിൽ നിന്ന് ടാങ്കിലേക്ക് പോകാതെ എവർക്ക് പരീക്ഷണത്തിനും പഠനത്തിനും വേണ്ടി ഈ മലം ചെല്ലാവുന്ന രീതിയിലാണ് അവിടെ സംവിധാനം ചെയ്തത്. പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല. അപ്പൊ അവരെന്ത് നിഗമനത്തിലെത്തി? അമേരിക്കക്കാർ നിഗമനത്തിലെത്തി ഇയാളുടെ മുഴുവൻ പാക്ക് ചെയ്ത് ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് അസത്യം പറയുന്നതല്ല. നിങ്ങൾ എത്ര പേര് വായിച്ചു എന്ന് എനിക്കറിയില്ല. വലിയ ചർച്ച, പേജുകളുള്ള ചർച്ചയാണ്, പേജുകളുള്ള ചർച്ച. അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ വേറെ റിപ്പോർട്ട്, ഈ വന്നത് പുടിൻ തന്നെയാണോ? കഴിഞ്ഞില്ല. അപ്പൊ അതുവരെയുള്ള ചർച്ച മുഴുവൻ പോയി. പുടിൻ അല്ല എന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. കാരണം പുടിന് 5 അപരന്മാരുണ്ട്. ആരാ വന്നതെന്നറിയില്ല. ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു അപര, ആരാന്നറിയില്ല. അപ്പൊ അതുവരെയുള്ള ചർച്ചയൊക്കെ എന്തായി? എത്ര പേജസ് എഴുതി തള്ളിയത്. ഇത് പേജസ് പോട്ടെ, പത്രത്തിലല്ലേ, ഓൺലൈനിൽ എത്രയാ എഴുതിയത്. ആ ചർച്ച മുഴുവൻ പോയില്ലേ ഈ വന്നാൾ അയാൾ അല്ലാന്ന് പറഞ്ഞാൽ. കാരണം പോയാൽ പിന്നെ കാര്യമുണ്ടോ? നമ്മളെ നേരമൊക്കെ എങ്ങനെയല്ലേ പോക്കണത്? ഇതാണ് ലോകം, ഇതാണ് സംസാരം. ഇതിൻ്റെ പല രൂപഭാവങ്ങൾ, ഇതിൻ്റെ പല വിവർത്തങ്ങൾ, ഇതാണ് മുഴുവൻ. അപ്പൊ പിന്നെ എന്താ ഉള്ളത്?
ഉള്ളത് ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത ഒന്ന് മാത്രം. അത് സത്ത്, അത് ചിത്ത്, അത് ആനന്ദം. ജ്ഞാനിക്ക് സത്തുലഗ് ചിത്ത് സുഖസ്വരൂപമാനന്ദം എന്ന് നേരത്തെ പറഞ്ഞു. അത് തന്നെ ശ്രദ്ധിക്കുക. നോക്കൂ, നൂലാട തന്നിലുദകം നുര തന്നിലേവം ഹാലോകമാകെ മറയുന്നൊര വിദ്യയാലേ ആലോചന വിഷയമായിതു തൻ്റെ കാര്യജാലത്തോടും മറകിലുണ്ടറിവൊന്നു മാത്രം. എല്ലാ അവിദ്യാ കാര്യങ്ങളും മറഞ്ഞാൽ ഉള്ളത് ഒന്ന് മാത്രം. അപ്പൊ ആദ്യം അതന്നെയല്ലേ ഉള്ളൂ, അതന്നെയുള്ളൂ. ഇനിയും അതന്നെയല്ലേ ഉണ്ടാവുള്ളൂ, അതന്നെ ഉണ്ടാവുള്ളൂ. ആ ഒന്നിൽ മുറുകെ പിടിച്ചാൽ ഈ സംസാര ഭ്രമം പിന്നെ ഇല്ല. നോക്കൂ, അതാണ് അദ്വൈതം. ആ അദ്വൈതത്തെ ആവർത്തിച്ച് പറഞ്ഞ് ഉറപ്പിക്കുകയാണ് അദ്വൈത ദീപിക. ശ്രദ്ധിക്കുക.